ശബരിമല എന്നും വിവാദ ഭൂമിയാണ്. ഒന്നല്ലെങ്കിൽ ഒന്നിനു പുറകെ ഒന്നായി വിവാദങ്ങൾ ശബരിമലയിൽ ഉണ്ടാകാറുണ്ട്. ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് വിവാദം നമുക്കറിയാം, സ്വർണ്ണപ്പാളി വിവാദമാണ്. ആ സ്വർണ്ണപ്പാളിയുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള വിവാദങ്ങൾ അവിടെ കൊഴുക്കുമ്പോഴും വിശ്വാസികൾക്ക് പക്ഷേ ആ വിവാദങ്ങളിലൊന്നും വലിയ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതോ ഈ മണ്ഡലകാലം ആരംഭിച്ചിരിക്കുന്നു, 15 ദിവസം പിന്നിടുമ്പോൾ ഏകദേശം 96 കോടിയോളം രൂപ നടപരമായി ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞ കാലങ്ങളെ അപേക്ഷിച്ച് ഏകദേശം 33.33% വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ വിവാദങ്ങൾ വിശ്വാസികളിൽ ഒരു മാറ്റവും ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണോ, അതോ വിവാദങ്ങൾ ഇവർക്കൊരു ആവേശമാവുകയാണോ? വിശ്വാസവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഈ ആൾക്കൂട്ടത്തിന്റെ മനഃശാസ്ത്ര രീതി ഈ വിശ്വാസികളെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് കൂടുതലായി എത്തിക്കുന്നു എന്ന് നമ്മൾ ചരിത്രത്തിൽ നിന്ന് വായിക്കാം. പൊതുവെ കൂടുതൽ ആളുകൾ എത്തുന്ന ദേവാലയങ്ങളിലേക്ക് അധികമായ ആളുകൾ എത്തുക എന്നുള്ള ഒരു മനഃശാസ്ത്ര സ്വഭാവം വിശ്വാസികളെ നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ശബരിമലയുടെ കാര്യം തന്നെ എടുത്താൽ, ശബരിമലയിൽ ഇപ്പോ പ്രതിദിനം പരമാവധി 1 ലക്ഷത്തോളം ആളുകൾ അവിടെ എത്തുന്നു. നമുക്കറിയാം 1 ലക്ഷത്തോളം ആളുകൾ എത്താൻ ഉതകുന്ന ഒരു സാഹചര്യം അവിടെ ഇല്ല. ഒന്ന്, അത് പെരിയാർ ടൈഗർ റിസർവ്, എലിഫന്റ് റിസർവിന്റെ ഭാഗമാണ്. അങ്ങനെ വളരെ നമ്മുടെ പരിസ്ഥിതി ഭാഷയെ പറഞ്ഞാൽ എക്കോളജിക്കൽ സെൻസിറ്റീവ് ഏരിയയിൽ 1 ലക്ഷം ആളുകൾ എത്തുന്നത് വിശ്വാസികൾക്കും ആ പ്രകൃതിക്കും അതിന്റെ ഭാഗമായ പമ്പാ നദിക്കുമൊക്കെ ക്ഷതമേൽക്കും. അപ്പോൾ അങ്ങനെയെങ്കിൽ നമുക്കറിയാവുന്ന പോലെ ഈ ശബരിമലയുടെ ആചാരാനുഷ്ഠാനങ്ങൾ നിരന്തരമായി മാറിക്കൊണ്ടിരിക്കും, നമുക്കറിയാമല്ലോ. അപ്പോ പഴയ കാലത്ത് ശബരിമലയിലേക്ക് നമ്മൾ പോകുന്നത് 41 ദിവസത്തെ വ്രതം കഴിഞ്ഞാണ് ശബരിമലയിൽ പോയിക്കൊണ്ടിരുന്നത്. ആളുകളുടെ എണ്ണം വളരെ കുറവായിരുന്നു. അതിനുശേഷമാണ് മാസത്തിൽ 5 ദിവസം നട തുറക്കാൻ തീരുമാനിച്ചത്. അപ്പോ എന്തുകൊണ്ട് നമുക്ക് 365 ദിവസത്തിൽ ഒരു 300 ദിവസമെങ്കിലും ശബരിമല നട തുറന്നു വെച്ചാൽ ഈ വരുന്ന ഭക്തന്മാർക്ക് എല്ലാ മാസങ്ങളിലെയും ദിവസങ്ങളിൽ ജൂൺ ജൂലൈ മാസം വേണമെങ്കിൽ മഴക്കാലം ഒഴിച്ചു നിർത്തിയാൽ എത്താൻ ആളുകളുടെ എണ്ണം ഒരു 5000-നും 10,000-നും ഇടയ്ക്ക് നിർത്താൻ കഴിയും. പക്ഷേ അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ഇന്നത്തെ ഒരു ആവേശം ശബരിമലയെ ബന്ധപ്പെട്ട് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഈ സ്വർണ്ണപ്പാളി വിവാദത്തിന് ശേഷം ശബരിമലയിലേക്കുള്ള കുത്തൊഴുക്ക് വർദ്ധിച്ചത് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് അതിന് മറ്റൊരു ഉദാഹരണം കൂടിയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ ഒരു 250 വർഷമായി സ്വരൂപിച്ചു വെച്ചിരിക്കുന്ന സ്വർണ്ണശേഖരത്തിന്റെ വിവരങ്ങൾ പുറത്തു വന്നതിന് ശേഷം അതിന്റെ സെക്യൂരിറ്റി കൂടി എന്ന് മാത്രമല്ല, അവിടേക്കുള്ള ആളുകളുടെ പ്രവാഹം വർദ്ധിച്ചു. അതിന്റെ പിന്നിൽ ഒരു മനഃശാസ്ത്ര യുദ്ധം നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അതാണ് എനിക്ക് ഒരു സംശയകരമായിട്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ആദ്യം സൂചിപ്പിച്ചതാണ്, ശബരിമലയുടെ വിവാദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ ദിവസം പിന്നിടുമ്പോഴും ആദ്യം ഉണ്ണികൃഷ്ണൻ പോറ്റി, പിന്നെ സുധീഷ് കുമാർ, മുരാരി ബാബു, പിന്നെ വാസു, പത്മകുമാർ ഒക്കെ അറസ്റ്റിലാവുന്നു, കടകംപള്ളി അറസ്റ്റിലാവും എന്നുള്ള, അല്ലെങ്കിൽ കടകംപള്ളിയുടെ മൊഴിയെടുക്കുന്നൊക്കെ ഉള്ള വലിയ വാർത്തകളൊക്കെ വന്നപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്നതും അതിനകത്ത് ഇത് കുഴഞ്ഞില്ലാതായി പോയതും ഒരു മന്ദത ഉണ്ടായതും. പക്ഷെ അപ്പോഴും ഈ ശബരിമല സീസൺ തുടങ്ങുന്നതിന് മുമ്പ്, അതാണ് ഞാൻ പറയും, ഈ മകരവിളക്ക് സീസൺ തുടങ്ങുന്നതിന് മുമ്പാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളും അയ്യപ്പ സംഗമവും പിണറായി വിജയന്റെ വിശ്വാസികളോടുള്ള യുദ്ധമൊക്കെ ആരംഭിച്ചത്. പക്ഷെ അത് ഒരു തരത്തിലും വിശ്വാസികൾ സത്യം പറഞ്ഞാൽ ഈ അയ്യപ്പനോടൊപ്പമുള്ള അവരുടെ വിശ്വാസത്തിൽ ഒരു കുറവും വരുത്താതെ, അങ്ങനെ തന്നെയല്ലേ നമ്മൾ കാണുന്നത്. ഒരു വിശ്വാസത്തിൽ ഒരു കുറവും വരുത്താതെ അവർ വീണ്ടും എത്തുന്നു. അവരുടെ ഒരു വിശ്വാസം എന്ന് പറയപ്പെടുന്നത് സത്യത്തിൽ ഈ സ്വർണം കട്ടവരെ ഇപ്പോൾ ഈ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് അയ്യപ്പന്റെ ശക്തി കൊണ്ടെന്നാണോ അവർ മനസ്സിലാക്കിയിരിക്കുന്നത്, അതോ മറ്റെന്തെങ്കിലും ഒരു സംഭവം ഉണ്ടോ, മാജിക് ഉണ്ടോ? അത് വിശ്വാസത്തിന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ്. വിശ്വാസിക്ക് തന്റെ ദൈവം ഏതെങ്കിലും ഒരു ദൈവം പോലും അപകടത്തിലായാൽ പോലും അത് തന്നെ അവരുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്ന അതാണ് മനഃശാസ്ത്രപരമായി വിശ്വാസത്തിന്റെ ഒരു ഗുണം. വിശ്വാസിക്ക് വിശ്വസിച്ചാൽ മാത്രം മതി. അത് പടിപടിയായി വർദ്ധിക്കാൻ ഉതകുന്ന ഒരു സാമൂഹിക സാഹചര്യം ഇവിടെ ശക്തമായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഞാൻ മറ്റൊരു കാര്യം പറയാം. നോക്കൂ, ശബരിമലയിലേക്ക് പോകുന്ന വിശ്വാസികൾ അവിടുത്തെ ആചാരാനുഷ്ഠാനങ്ങൾ നിർബന്ധമായി പാലിച്ചു പോകണമെന്നാണല്ലോ പൊതുധാരണ. പക്ഷെ ശബരിമലയിൽ പല രീതികളിൽ മാറ്റം ഉണ്ടായി. ശ്രീ വിജയ് മാല്യ, നമുക്ക് അറിയാവുന്ന ഇപ്പോഴത്തെ കുപ്രസിദ്ധനായ വിജയ് മാല്യ ഏതാണ്ട് 33 കിലോ സ്വർണം, അതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. 33 കിലോ സ്വർണം, 1900 കിലോ ചെമ്പ് ഇവ ഉപയോഗിച്ചാണ് സ്വർണം പൂശിയെടുത്തത്. അതുവരെ സ്വർണം പൂശുന്നത് വരെ 18ാം പടിയിലേക്ക് നമ്മൾ നടന്നു കയറുമ്പോൾ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് തേങ്ങ ഉടച്ചായിരുന്നു 18ാം പടി കയറിക്കൊണ്ടിരുന്നത്. ഇപ്പോ ഈ സ്വർണം പൂശിയതിനു ശേഷം ആ ചടങ്ങിന് മാറ്റം ഉണ്ടായി. ഇപ്പൊ പടിയിൽ സ്വർണം ഉടയ്ക്കാൻ ഒക്കില്ല. അപ്പൊ കാര്യം അവിടെ, അപ്പൊ സ്വർണത്തിനാണോ അവിടെ പ്രാധാന്യം, 18ാം പടിക്കാണോ, ദൈവവിശ്വാസത്തിനാണോ ഒക്കെ ഒരു പ്രശ്നമുണ്ട്. മറ്റൊന്ന്, നേരത്തെ നമ്മള് കൊടിമരം എന്ന് പറയുന്ന സങ്കല്പ ശബരിമലയില്ലായിരുന്നു. കൊടിമരം ഉണ്ടായി.
ശബരിമലയിലേക്ക് കയറി കഴിഞ്ഞാൽ വലതുവശത്ത് ഭസ്മക്കുളം ഉണ്ടായിരുന്നു, അവിടെ ഇറങ്ങി കുളിക്കാമായിരുന്നു 1970-കളിൽ. അതെല്ലാം മാറി. അപ്പോ ഈ വിശ്വാസം, ആചാരം ഒരിക്കലും മാറത്തില്ല എന്നുള്ളത് അത് നിരന്തരമായി മാറിക്കൊണ്ടിരിക്കുമ്പോഴും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഇങ്ങനെയൊക്കെയുള്ള ചില മാറ്റങ്ങൾ ഉണ്ടായാലും ദൈവത്തിന്റെ സ്വർണം ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാൽ പോലും ദൈവികമായ അതിന്റെ ആ അനുഷ്ഠാനങ്ങളിലേക്ക് എത്തപ്പെടാൻ സാധാരണ ജനങ്ങൾ വല്ലാതെ ആഗ്രഹിക്കുന്നു. പക്ഷേ അവിടെയാണ് വിശ്വാസികളെ വിശ്വാസത്തിൽ എടുക്കാൻ വിശ്വാസികൾക്ക് കഴിയാത്ത വിധം. കാര്യം വിശ്വാസികളുടെ പ്രതിനിധികളായി അവിടെ ഭരിക്കാൻ എത്തുന്നവർ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ നോക്കി. ഇപ്പം വിഷയം കുറച്ചുകൂടി ഗൗരവതരമാകാനുള്ള സാധ്യതയുള്ളത് തന്ത്രിയിലേക്ക് പോലും ഇതിന്റെ സംശയങ്ങൾ നീളുന്നു എന്ന് പറഞ്ഞാൽ വളരെ അനാരോഗ്യകരമായ പല ദുസൂചനകളും ഇത്തരം ദേവാലയങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിനും ബാധകമായിരുന്നു. നോക്കൂ, ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സ്വർണം പരിശോധിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബി നിലവറ 6 നിലവറകളാണ്. അതിൽ ബി നിലവറ തുറക്കാൻ പാടില്ല എന്നുള്ള ഒരു തന്ത്രികളുടെയൊക്കെ ചില നിഷ്കർഷയെ മാനിച്ചത് തുറന്നിട്ടില്ല. പക്ഷെ അത് ഒഴിച്ചുള്ള നിലവറകളിലെ കണക്കെടുക്കുമ്പോൾ 226 കിലോ സ്വർണത്തിന്റെ കുറവുള്ളതായിട്ട് അന്ന് ഇത് പരിശോധിച്ച പഴയ ഓഡിറ്റർ ജനറൽ മിസ്റ്റർ വിനോദ് റോയ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം പരിശോധിച്ചപ്പോഴും 226 കിലോ സ്വർണത്തിന്റെ കുറവുണ്ടായി. പക്ഷേ ആരാണ് എടുത്തത്, എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്നും പരിശോധിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയില്ല. അപ്പൊ ഈ പ്രശ്നങ്ങളെ പക്ഷെ അവിടെ ഈ സ്വർണം എടുത്തോട്ട് പോയെന്ന് പറയുന്നത് ആരായിരിക്കും എന്നുള്ളത്, അത് ആരാണോ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ വലിയ സ്വാതന്ത്ര്യത്തോടെ ഇടപെടാൻ അതിന്റെ ഉടമസ്ഥാവകാശം ഇപ്പം നിലവിൽ ആർക്കാണോ ഉള്ളത് അവരിൽ ആർക്കെങ്കിലും ആകാമെന്നേ നമുക്ക് സംശയിക്കാൻ കഴിയും. ഈ രാജകുടുംബം തന്നെയായിരുന്നു അന്ന് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇതിന്റെ കാര്യങ്ങളും നടത്തിപ്പൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ അത് രാജകുടുംബത്തിൻ്റെതാണോ ഇത് ജനങ്ങളുടേതാണോ എന്നുള്ള പ്രശ്നം പോലും ഇവിടെ ഒരു വിഷയമാണല്ലോ. ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം എന്ന് മാത്രമല്ല, തിരുവിതാംകൂർ എന്ന ഹിന്ദു രാജ്യം ഭരിച്ചുകൊണ്ടിരുന്നത് പത്മനാഭൻ ദാസന്മാർ എന്ന രീതിയിൽ രാജാക്കന്മാരാണ്. അപ്പോൾ ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം തന്നെയായിരുന്നു അന്ന് നമ്മുടെ തിരുവിതാംകൂറിന്റെ സ്വത്തുക്കൾ സൂക്ഷിക്കുന്ന, നമ്മൾ പറയുന്ന എന്താണ് ഇവിടെ ട്രഷറി എന്ന് പറയുന്ന സംവിധാനം. അപ്പൊ അവിടെ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ശ്രീപത്മനാഭന് വേണ്ടി അത് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് മുൻ രാജകുടുംബവും ഇപ്പോൾ അതിന്റെ പിൻഗാമികളും ആകുമ്പോൾ ആ സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം പറയാൻ അവർ ബാധ്യസ്ഥമാണ്. എന്നാൽ അതിലേക്ക് കടക്കാൻ ഇപ്പോഴും രാജഭക്തിയൊക്കെ ഇപ്പോഴും വല്ലാതെ ആഘോഷിക്കുന്ന നമ്മുടെ മാധ്യമങ്ങളോ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരോ തയ്യാറാകുന്നില്ല. ചുരുക്കത്തിൽ ശബരിമലയിൽ ഒരു സ്വർണ്ണ കൊള്ള നടന്നു. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സ്വർണവുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടേറെ വിവാദങ്ങൾ ഉയർന്നപ്പോൾ ഈ 2 ദേവാലയങ്ങളിലേക്കും സത്യസന്ധരും നിഷ്കളങ്കരുമായ വിശ്വാസികൾ അവരുടെ ദൈനംദിന ജീവിത പ്രശ്നങ്ങൾ ദൈവത്തിനോട് പറയാൻ എത്തുന്നതിന്റെ തീവ്രത വർദ്ധിക്കുന്നു. അതാണ് ദൈവികമായ ഒരു വലിയ പരിവേഷം 21-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുന്നത്. അതാണ് ഞാൻ ചോദിക്കുന്നത്, അതൊരു വിശ്വാസമാണോ, അത് വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണോ, അതെന്താണ് സംഭവിക്കുന്നത്? ഈ വിവാദങ്ങളുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ ഈ ഒന്നാമത് ഈ പറയുന്ന പോലെ പത്മനാഭസ്വാമി ക്ഷേത്രവും ഒരു കാലത്തിൽ അങ്ങനെ വലിയ ആൾക്കൂട്ടമോ തിരക്കോ അല്ലെങ്കിൽ വലിയ ഈ പോലീസ് ബന്ധവസോ ഒന്നും ഇല്ലായിരുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മളൊക്കെ അവിടെ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോഴാരും നമുക്കൊന്നും ഈ നാട്ടുകാർക്ക് കൂടെ പോകാൻ പറ്റാത്തൊരവസ്ഥയായി. എന്ന് വെച്ചാൽ അത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളാണ് അവിടെ ഉള്ളത്. മറ്റൊന്ന് അയ്യപ്പനാണ്. അയ്യപ്പൻ ശബരിമലയില് സ്ത്രീ പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് 2018 നടന്ന വിപ്ലവം നമ്മളാരും മറന്നിട്ടില്ല. അന്ന് ഈ പറയുന്ന പോലെ പലതരത്തിലുള്ള വിഷയങ്ങളും ഉണ്ടായി. നാമജപഘോഷയാത്ര അടക്കം വനിതകളടക്കം തെരുവിലിറങ്ങുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടാക്കിയിട്ട് പോലും അന്നും അതിനുശേഷം പേമാരിയും വലിയ വെള്ളപ്പൊക്കവും കോവിഡും ഒക്കെ വന്നു. അത് കഴിഞ്ഞിട്ടും ജനങ്ങൾ അയ്യപ്പൻ എന്ന് പറയപ്പെടുന്ന ഒരു വിശ്വാസ കേന്ദ്രത്തിലേക്ക് എത്തുവാൻ വളരെ ആത്മാർത്ഥതയോടുകൂടി എത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ സംഭവിക്കുന്നത് അയ്യപ്പന്റെ സ്വർണ്ണം അടക്കം അടിച്ചു മാറ്റിയെന്ന് പറയപ്പെടുന്ന വിഷയം വല്ലാതെ ചർച്ചാ വിഷയമാകുമ്പോൾ, കേരളക്കരയിൽ മാത്രമല്ല ആഗോള തലത്തിൽ തന്നെ ചർച്ചാ വിഷയമാകുമ്പോഴും ഈ പറഞ്ഞ പോലെ 15 ദിവസം കൊണ്ട് 96 കോടി രൂപയിലേക്കൊക്കെ നടപരവ് എത്തുക എന്ന് പറഞ്ഞാൽ അവിടെ അത്രത്തോളം ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. 1-ാം ദിവസം തന്നെ കെ ജയകുമാർ പറഞ്ഞത് എനിക്ക് ഭയമാവുന്നു ഇത്രയും ജനങ്ങളെ കണ്ടിട്ട് എന്നാണ്. നടപ്പന്തലിൽ നിന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞ കാഴ്ചയാണ്. അതൊരു നേർസാക്ഷ്യമാണ്. പക്ഷെ ആ നേർസാക്ഷ്യം കണ്ടിട്ട് പിണറായി വിജയൻ അദ്ദേഹത്തെ പറ്റി വിരട്ടി, അത് വേറെ കാര്യം. എങ്കിലും ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ വിശ്വാസികളിൽ ഈ വിവാദങ്ങളൊന്നും ഒരു പ്രശ്നമേ അല്ല. വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ വിശ്വാസികൾക്ക് വീണ്ടും അമിതമായ വിശ്വാസം കൂടുകയാണോ? അതുകൊണ്ടാണ് ഇത്രയും ഒരു തള്ളിക്കയറ്റം ഉണ്ടാകുന്നത്. അതോ ഇവിടെ വന്ന് ഈ കാഴ്ചകളൊക്കെ കാണാം എന്നുള്ള ലക്ഷ്യത്തോടു വരുന്ന? അല്ല, അത് വിശ്വാസികളുടെയും മാത്രം പ്രശ്നമല്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ ഒരു അനിഷ്ട സംഭവം ഉണ്ടായാൽ അതിനെപ്പറ്റി അറിയാൻ, സ്വാഭാവികമല്ലാത്ത കാര്യങ്ങൾ സംഭവിച്ചാൽ അതിനെപ്പറ്റി അറിയാനുള്ള ആകാംക്ഷ ആളുകളുടെ കൂടും. ഈ ആൾക്കൂട്ടത്തിന്റെ ഒരു മനഃശാസ്ത്ര സ്വഭാവത്താണ്. നമുക്ക് സിനിമകൾ എടുക്കാം.
ഒരു സിനിമ കോൺട്രവേഴ്ഷ്യലായി മാറുമ്പോഴാണ്, ഇല്ലെങ്കിൽ ഒരു സിനിമ താൽക്കാലികമായി നിരോധിക്കുമ്പോഴാണ്, ഇല്ലെങ്കിൽ വിമർശനങ്ങൾ അതിനെപ്പറ്റി വലുതായി ഉയരുമ്പോഴാണ് അത് കാണാനുള്ള ആളുകളുടെ താല്പര്യം. നമുക്കറിയാമല്ലോ, പാർലമെന്റ് തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കെതിരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ രാഷ്ട്രീയമായി നടത്തിയത് അദ്ദേഹത്തിന് ഗുണപരമായി മാറി എന്ന് പിൽക്കാലത്ത് നമ്മൾ വായിക്കുന്നു. എന്ന് പറയുന്നത് പോലെ ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ, പ്രത്യേകിച്ച് ഒരു ദേവാലയവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വാർത്താ പ്രാധാന്യം, അത് ആ ദേവാലയത്തെ സംബന്ധിച്ച് പോസിറ്റീവോ നെഗറ്റീവോ ആയ വാർത്താ പ്രാധാന്യം ഉണ്ടായാൽ കൂടുതൽ വിശ്വാസികൾ അവിടേക്ക് ഒഴുകിയെത്തും എന്നുള്ളത് ഒരു സ്വാഭാവികമായ ആൾക്കൂട്ട മനഃശാസ്ത്രമാണ്. അതെന്തായാലും ശബരിമലയ്ക്ക് ഗുണപരമായി മാറി. ഇത് പറയുമ്പോൾ ശബരിമലയിൽ ഉണ്ടായ 2 തീപിടുത്തങ്ങൾ, പഴയ കാലത്തെ 50കളിൽ ഉണ്ടായ, അതിന് മുമ്പും ഉണ്ടായ 1950കളിന് മുമ്പ് 50കളിൽ ഉണ്ടായ തീപിടുത്തങ്ങൾ പിൽക്കാലത്ത് ശബരിമലയെ കൂടുതൽ ശ്രദ്ധിക്കാൻ, ആളുകൾക്ക് ശ്രദ്ധിക്കാനുള്ള അവസരം കൂടി ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊരു സ്വാഭാവികം പ്രതിഭാസമാണ്. പക്ഷെ വിശ്വാസികൾ ഇങ്ങനെ തള്ളിക്കയറി തങ്ങളുടെ വ്യക്തിപരമായ പ്രശ്നങ്ങളൊക്കെ ഈ ദേവന്മാരുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കുമ്പോൾ, ഈ ദേവന്മാരെ തന്നെ മോഷ്ടിച്ചുകൊണ്ട് പോകാൻ മിടുക്കന്മാരായ രാഷ്ട്രീയക്കാരാണ് നമ്മുടെ ഇവിടെയിൽ ഉള്ളത് എന്നത് ഈ വിശ്വാസികൾ പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. അവിടെയാണ് ആകെ നമുക്കൊരു സംശയം ഉണ്ടാകുന്നത്. കാരണം വിശ്വാസികളും ഈ ദൈവവും തമ്മിലുള്ള ദൂരം എത്രത്തോളം അടുത്തിരിക്കുന്നു എന്നുള്ളതോ അതോ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്.